സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 140 കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 140. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിൽ ഉള്ളത്. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം എത്ര? കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 9 അംഗങ്ങളാണ്. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 9. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായത് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ സംയോജിപ്പിച്ച് കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷമേത്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ സംയോജിപ്പിച്ച് കേരള സംസ്ഥാനം രൂപീകരിച്ചത് 1956 നവംബർ 1. 1956 നവംബർ 1. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. സ്വിറ്റ്സർലൻഡില് ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. സ്വിറ്റ്സർലൻഡില് ജനീവ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷമേത്? UNO. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1945. UNO സ്ഥാപിതമായ വർഷം 1945. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവം എന്താണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന നഗരമേത്? മുംബൈയാണ് ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് മുംബൈ. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? റഷ്യയിൽ നിന്നുമാണ്. പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യ കടമെടുത്തത് റഷ്യയിൽ നിന്നുമാണ്. ഏത് പോഷകത്തിന്റെ കുറവാണ് ഗോയിറ്റർ എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഗോയിറ്റർ എന്ന രോഗത്തിന് കാരണമാകുന്നത് എന്തിന്റെ കുറവാണ്? ഗോയിറ്റർ അയോഡിൻ. അയോഡിന്റെ കുറവാണ് ഗോയിറ്ററിന് കാരണമാകുന്നത്. അയോഡിൻ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി 61 ഭേദഗതിയാണ്. 61 ഭേദഗതി. ഇപ്പോൾ അടുത്ത നടന്ന പരീക്ഷകളിലെല്ലാം തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. നോട്ട് ചെയ്ത് വെക്കുക. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി 61 ഭേദഗതി. ഒരു ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ്. ഒരു ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഒരു സംസ്ഥാനത്തെ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഒരു സംസ്ഥാനത്തെ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഒരു ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്.
ലോകസഭാ അംഗത്തിന്റെ കാലാവധി എത്രയാണ്? ലോകസഭാ അംഗത്തിന്റെ കാലാവധി 5 വർഷമാണ്. ലോകസഭാ അംഗത്തിന്റെ കാലാവധി 5 വർഷമാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഏത് സഭയുടെ അധ്യക്ഷനാണ്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഏത് സഭയുടെ അധ്യക്ഷനാണ്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ്. സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സഹ്യാദ്രി ഏതാണ്? പശ്ചിമഘട്ടമാണ് സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര, പശ്ചിമഘട്ടം. ഇന്ത്യയിൽ അരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാളാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് കമന്റ് ചെയ്യുക. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. നിർത്തലാക്കിയത് കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. നിർത്തലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? കാനിങ് പ്രഭുവാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സേനാനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മഹാത്മാഗാന്ധിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഭവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാലോ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സംഭവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ഗാന്ധിജി പ്രഖ്യാപിച്ചതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചാലോ, സി രാജഗോപാലാചാരി ആയിരുന്നു. സി രാജഗോപാലാചാരി. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ അധികാരമുള്ളത് ആർക്കാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ അധികാരമുള്ളത് പാർലമെന്റിനാണ്. പാർലമെന്റ്. പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്തിനെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്? പ്രകാശവർഷം എന്നത് ദൂരത്തെ അളക്കുന്ന യൂണിറ്റ് ആണ്. പ്രകാശവർഷം ദൂരത്തെ അളക്കുന്ന യൂണിറ്റ് ആണ്. ഫാക്ട്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ സ്ഥാപിതമായ വർഷം. ഫാക്ട് സ്ഥാപിതമായ വർഷം. ഫാക്ടിന്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കുക. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ. സ്ഥാപിതമായത് 1943 1943. ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കാൻ സഹായിച്ച രാജ്യമേത്? ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിക്കാൻ സഹായിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ. പി.ടി. ഉഷയുടെ ആത്മകഥയുടെ പേര്? പി.ടി. ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ. ഗോൾഡൻ ഗേൾ എന്ത് ആരുടെ ആത്മകഥയാണ്? പി.ടി. ഉഷയുടെ ആത്മകഥയാണ് ഗോൾഡൻ ഗേൾ എന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ തത്വം. ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ തത്വമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ തത്വം പൂർണ്ണാന്തരിക പ്രതിഫലനം. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭേദഗതിയാണ്. 2019 104 ഭേദഗതി പ്രകാരമാണ് ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയത്. 104 ഭേദഗതി. കടൽ തീരമില്ലാത്തതും
മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ല. കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ലയാണ് കോട്ടയം ജില്ല. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മാനോമീറ്റർ. വാതകങ്ങളുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. സുന്ദർബൻസ് ഡെൽറ്റ ഏത് നദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുന്ദർബൻസ് ഡെൽറ്റ ഏത് നദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗംഗയും ബ്രഹ്മപുത്രയുമാണ്. ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സുന്ദർബൻസ് ഡെൽറ്റ. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ഏത്? അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ഏതാണ്? ദാമോദർ വാലിയാണ്. 1857 കലാപകാലത്ത് അവധ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആര്? 1857 കലാപകാലത്ത് അവധ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആരാണ്? മൗലവി അഹമ്മദുള്ള ഷായാണ്. മൗലവി അഹമ്മദുള്ള ഷാ. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ്റ്റിൻ. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു ഫോസ്റ്റിൻ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? അമരാവതി സമ്മേളനത്തിലാണ്. അമരാവതി സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. മൗലിക അവകാശമായി വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ്? മൗലിക അവകാശമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A മൗലികാവകാശമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം 21A ആണ്. മഗ്ന കാർട്ട രൂപം കൊണ്ടത് എവിടെ? മഗ്ന കാർട്ട രൂപം കൊണ്ടത് എവിടെയാണ്? ബ്രിട്ടനിലാണ്. മഗ്ന കാർട്ട രൂപം കൊണ്ടത് എവിടെയാണ്? ബ്രിട്ടൻ. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി ഏത്? അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി എക്സോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പാളി ഏതാണ്? എക്സോസ്ഫിയർ. ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ പദ്ധതി ഏതാണ്? വിഴിഞ്ഞം. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം കൽക്കരിയാണ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം ഏത്? കൽക്കരി. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടത്. മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ്. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം എന്ന മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെട്ടത് നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ മുദ്രാവാക്യം കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം. ഗ്രാമപഞ്ചായത്ത് അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഗ്രാമപഞ്ചായത്ത് അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. 21 വയസ്സ്. ആരാണ് എക്സ്റേ കണ്ടുപിടിച്ചത്? എക്സ്റേ കണ്ടുപിടിച്ചത് ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെയിം കോൺറാഡ് ആണ്. ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെയിം കോൺറാഡ്. ആരാണ് എക്സ്റേ കണ്ടുപിടിച്ചത്? വിൽഹെയിം കോൺറാഡ്.
കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? 742 സസ്യങ്ങളെ കുറിച്ചുള്ളതാണ്. 742. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? നടപ്പിലാക്കിയത് ഹോൾട്ട് മക്കിൻസി ആണ്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ഹോൾട്ട് മക്കിൻസി. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് എന്ന്. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8-നാണ്. 1857 ഏപ്രിൽ 8. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാനായിട്ട് രമാബായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. മുക്തി മിഷൻ ആരംഭിച്ചത് ആരാണ്? രമാബായി ആണ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാനായിട്ട് രമാബായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരാണ്. സൗരയൂഥത്തിൽ ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? സൗരയൂഥത്തില് ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ളത് ശുക്രൻ, യുറാനസ് എന്നിവയാണ്. സൗരയൂഥത്തില് ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ ശുക്രൻ, യുറാനസ്. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര്. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേരാണ് അറോറ ബോറിയാലിസ്. അറോറ ബോറിയാലിസ് എവിടെയാണ്? ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേരാണ് അറോറ ബോറിയാലിസ്. അടുത്ത ചോദ്യം, ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേര് അറോറ ഓസ്ട്രാലിസ് എന്നാണ്. ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേരാണ് അറോറ ഓസ്ട്രാലിസ്. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം. ജീവകം ഡി കാൽസിഫെറോൾ. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം. പഴശ്ശിരാജ 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടത്. 1805 നവംബർ 30. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ്? സിദ്ധു, കാനു എന്നിവരാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ. സിദ്ധു, കാനു. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ് ആര്? ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെയാണ് ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് നഞ്ചിയമ്മയ്ക്കാണ്. നഞ്ചിയമ്മ. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നത് അനുച്ഛേദം 14 ആണ്. അനുച്ഛേദം 14. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജില്.
ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല? വാഗൻ ട്രാജഡി സ്മാരകം മലപ്പുറത്താണ്. വാഗൻ ട്രാജഡി സ്മാരകം ഏത് ജില്ലയിലാണ്? മലപ്പുറം. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത്? ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്. കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ്. ആര്യങ്കാവ് ചുരമാണ് കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? മുദ്രാരാക്ഷസം വിശാഖദത്തൻ. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? വിശാഖദത്തന്റെ കൃതിയാണ് മുദ്രാരാക്ഷസം. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം? ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായത് ഘർഷണ ബലമാണ്. ഘർഷണ ബലം. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? തെന്മല. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം? രണ്ടാം ബർദോളി പയ്യന്നൂരാണ്. പയ്യന്നൂർ. നീതി ആയോഗ് എന്നതിന്റെ പൂർണ്ണരൂപം? നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ആരെഴുതിയ പുസ്തകമാണ് നീർമാതളം പൂത്ത കാലം? നീർമാതളം പൂത്ത കാലം കമല സുരയ്യ. മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്? മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് വലനം, ഫോൾഡിംഗ് അഥവാ വലനം. മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏത്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിൻ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം? ടിബറ്റിലെ ലാസ ബോംഡില ചുരമാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബോംഡില ചുരം. കേബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കേബുൾ ലംജാവോ മണിപ്പൂരാണ്. മണിപ്പൂർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏത്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുതേതാണ്? കബനി നദിയാണ്. കബനി. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം? കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരമാണ്. തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരം. അയഡിൻ ബാഷ്പത്തിന്റെ നിറം എന്താണ്? അയഡിൻ ബാഷ്പത്തിന്റെ നിറം വയലറ്റ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിവ? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് വസന്ത കൃഷ്ണൻ. പൂലൻ ദേവിയെ കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? പൂലൻ ദേവിയെ കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് മാല സെൻ. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി? കബനി നദിയാണ്. കബനി നദി. സിറോഫ് താൽമി എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ്? സിറോഫ് താൽമിയ വിറ്റാമിൻ എയുടെ അഭാവമാണ്. വിറ്റാമിൻ എ. ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി? ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ചത് അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരെ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. ലോമികകൾ കണ്ടുപിടിച്ചതാരാണ്? ലോമികകൾ മാർസെല്ലോ മാൽപിജി ആണ്. മാർസെല്ലോ മാൽപിജി. ലവണജലമുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനം? ലവണജലമുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനമാണ് ഭിട്ടാർക്കണിക. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം? രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് ആര്? ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയില് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ.
നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം. മാവിന്റെ സസ്യശാസ്ത്രനാമം മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്ക. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏതാണ്? പീക്ക് 15 എവറസ്റ്റ് ആണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി ഏത്? അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി തിരുക്കുറൾ ആണ്. തിരുക്കുറൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.